السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നല്ല നിലയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പഠിക്കാൻ തുടങ്ങിയത്. അതിൽ ആമുഖമായി പറഞ്ഞു വരുന്ന കാര്യങ്ങളിലാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായി നാം സമയം ചെലവഴിച്ചത്. ഇന്നതിൻ്റെ ബാക്കി ചില ഭാഗങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിഇദ്നില്ലാഹ് ചില കാര്യങ്ങൾ ഇന്നത്തെ ദർസിൽ കൂടി പറഞ്ഞ് നമുക്ക് വരുന്ന ക്ലാസ്സുകൾ മുതൽ കിതാബ് ആരംഭിക്കാം. കഴിഞ്ഞ ദർസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഫിഖ്ഹിനെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും താബിഈങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഫിഖ്ഹിനെ കുറിച്ചും പിന്നീട് എങ്ങനെയാണ് ഇന്ന് നമുക്കറിയുന്ന മദ്ഹബുകൾ നിലവിൽ വന്നത്, ഈ മദ്ഹബുകൾ നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്താണ്, കാലഗ്രഹണപ്പെട്ടു പോയ മദ്ഹബുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ലളിതമായി കഴിഞ്ഞ ദർസുകളിൽ നാം സൂചിപ്പിച്ചിരുന്നു. അതിൽ അവസാനമായി നാം പറഞ്ഞു നിർത്തിയ വിഷയം 4 മദ്ഹബുകളാണ് ഇന്ന് പ്രധാനമായും നിലനിൽക്കുന്നതായിട്ടുള്ളത്. അത് നിലനിൽക്കാൻ പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. കാലഗ്രഹണപ്പെട്ടു പോയ മദ്ഹബുകൾ ഒരിക്കലും അതിൻ്റെ ഉലമാക്കൾക്ക് അല്ലെങ്കിൽ ആരിലേക്കാണോ ചേർത്തപ്പെടുന്നത് ആ പണ്ഡിതന്മാർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല ആ മദ്ഹബുകൾ കാലഗ്രഹണപ്പെട്ടു പോയത് തുടങ്ങിയ കാര്യങ്ങളും ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചിരുന്നു. അടുത്തതായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്ന 4 മദ്ഹബുകളെക്കുറിച്ച് ലളിതമായി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് നിലനിൽക്കുന്ന 4 മദ്ഹബുകളെക്കുറിച്ച് ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചും ഈ മദ്ഹബുകൾക്കിടയിൽ വന്നിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്, അതിനെക്കുറിച്ചൊക്കെ ബിഇദ്നില്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറയുന്ന വിഷയങ്ങൾ ഓരോരുത്തരും എഴുതാനും അത് പഠിക്കുവാനും പിന്നീട് മുറാജഅ ചെയ്യാനും നിർബന്ധമായും സമയം കണ്ടെത്തണം. അതല്ലാതെ കേവലം ക്ലാസ്സുകളിൽ വന്ന് കേട്ട് പോകുന്നത് കൊണ്ട് മാത്രം ഒരു പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ഇവിടെ പറയപ്പെടുന്ന പല വിഷയങ്ങളും നാം മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കണം എന്ന് കരുതിയിരുന്നു. സമയത്തിന്റെ പരിമിതി കാരണം ഇൻഷാ അല്ലാഹ് സമയം ബാക്കിയാവുകയാണെങ്കിൽ അവസാനത്തിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. നാം പറഞ്ഞതുപോലെ 4 മദ്ഹബുകളാണ് പ്രധാനമായും ഇന്ന് നിലനിൽക്കുന്നത്. ബാക്കിയുള്ള മദ്ഹബുകൾ കാലഗ്രഹണപ്പെട്ടുപോയി. അതിൽ നിലനിൽക്കുന്ന ഒന്നാമത്തെ മദ്ഹബ്, ഏറ്റവും പ്രധാനപ്പെട്ട മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ഹനഫി മദ്ഹബ് ഞാൻ അധികം വിശദീകരിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം മദ്ഹബുകളെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദ്ഹബ് എന്താണ്, ഈ മദ്ഹബിന്റെ ഒരു പ്രാരംഭം എന്തായിരുന്നു, അതിന്റെ കാഴ്ചപ്പാടുകൾ, അതിന്റെ തുടക്കം എന്താണ് എന്നുള്ളതൊക്കെ ഇബ്നുൽ ഖയ്യിമിന്റെ സംസാരത്തിലൂടെ കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദ്ഹബുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇന്നത്തെ ഈ ചില വിഷയങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ പേനയും നോട്ടും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഫോണിൽ നോട്ട് ചെയ്യുന്നുവെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ മദ്ഹബുകൾ ആരിലേക്കാണ് ചേർത്തി പറയപ്പെടുന്നത്, അതുപോലെ തന്നെ ഈ മദ്ഹബിന്റെ ഉലമാക്കളുടെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ ആരായിരുന്നു തുടങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ പറഞ്ഞു, ഇത് പൊതുവായി എന്തെങ്കിലും ഒരു വിഷയങ്ങൾ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ പൊതുവായി ഒരു ദർസ് എന്ന നിലയിലുപരി ഇവിടെ നല്ല തുല്ലാബുകളായി ത്വാലിബീങ്ങൾക്ക് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ മദ്രസയിൽ നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഹനഫി മദ്ഹബ് എന്നുള്ളത് സഹോദരങ്ങളെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയിലേക്ക് ചേർത്തി പറയപ്പെടുന്ന മദ്ഹബാണ്. അബൂ ഹനീഫ റഹിമഹുല്ലയിലേക്ക് ചേർത്തി പറയുന്ന മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ആ മദ്ഹബ് അല്ലെങ്കിൽ ആ ഇമാമിന്റെ പേര് തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ പേര് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കൂഫയിലാണ്, അഥവാ ഇന്നത്തെ ഇറാഖിലെ ഭാഗമായ കൂഫയിലാണ് അബൂ ഹനീഫ റഹിമഹുല്ലാ
ജനിച്ചത്. അദ്ദേഹം ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ചെറിയ സഹാബികളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അബൂ ഹനീഫ റഹിമഹുല്ല ജനിച്ചത്. അതുകൊണ്ട് തന്നെ അബൂ ഹനീഫ റഹിമഹുല്ല താബിഇയാണ്. ജനിച്ചത് കൊണ്ട് മാത്രമല്ല, ഒരു വ്യക്തി ആ കാലഘട്ടം ജനിച്ചാൽ മാത്രമല്ല, മറിച്ച് സഹാബികളെ കാണണം. അദ്ദേഹം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. അബൂ ഹനീഫ റഹിമഹുല്ല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം താബിഇ പണ്ഡിതനാണ്. ഇമാം ദഹബി റഹിമഹുല്ല അബൂ ഹനീഫയെ കുറിച്ച് എഴുതിയിരിക്കുന്നതായി നമുക്കത് കാണാൻ സാധിക്കും. അദ്ദേഹം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് ദഹബി റഹിമഹുല്ലയൊക്കെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ, അബൂ ഹനീഫ റഹിമഹുല്ലയുടെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം വസ്ത്ര വ്യാപാരിയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. പിന്നീട് ഇമാം ഷഅബി റഹിമഹുല്ല, അമർ ഇബ്നു ശറാഹിൽ അശ്ശഅബി റഹിമഹുല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ ബുദ്ധിയും അദ്ദേഹത്തിന്റെ കഴിവുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അബൂ ഹനീഫയോട് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഇമാം ഷഅബി റഹിമഹുല്ലയാണ്. അങ്ങനെയാണ് ഉലമാക്കളുടെ മജ്ലിസുകളിലേക്ക് അബൂ ഹനീഫ റഹിമഹുല്ല പോകാൻ തുടങ്ങിയതും പിന്നീട് അദ്ദേഹം ദീനിയായി വളരെയധികം പഠിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തത്. അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തിന് ധാരാളം അധ്യാപകരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവർ, അബൂ ഹനീഫ റഹിമഹുല്ലയുടെ അധ്യാപകരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റഹിമഹുല്ലയാണ് അബൂ ഹനീഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകൻ. ഏകദേശം 18 വർഷത്തോളം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തിനരികിൽ പഠിച്ചിട്ടുണ്ട്. 18 വർഷത്തോളം അബൂ ഹനീഫ അദ്ദേഹത്തിനരികിൽ പഠിച്ചിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളമായി പുകഴ്ത്തിയ സംസാരങ്ങൾ സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം അബൂ ഹനീഫ റഹിമഹുല്ല പറയാറുണ്ട്, ഇന്നി ലഅദ്ഉ ലിഹമ്മാദ് മഅ അബവൈ, എന്റെ മാതാപിതാക്കളുടെ കൂടെയാണ് ഹമ്മാദ് ബിൻ അബി സുലൈമാനിനെ എന്റെ ദുആകളിൽ ഞാൻ സ്മരിക്കാറുള്ളത് എന്ന് അബൂ ഹനീഫ റഹിമഹുല്ല പറയാറുണ്ട്. ഇതിൽ നമുക്കുള്ള ഒരു പാഠം എന്താണ്? നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഉസ്താദുമാർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇന്ന് അഹ്ലുസുന്നയുടെ ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ, അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. അത് അവരോടുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ്. കാരണം നമുക്ക് വേറെ ഒരു രീതിയിലും അവർക്ക് പകരം ചെയ്യാൻ സാധിക്കുകയില്ല. അവർക്ക് സാമ്പത്തികമായി നമുക്കൊന്നും കൊടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഖിദ്മത്ത് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം പറയുന്നത്. അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞ വാക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഓർമ്മ വേണം. അദ്ദേഹം പറയുന്നു, എന്റെ മാതാപിതാക്കളുടെ കൂടെയാണ് എന്റെ ഉസ്താദായ ഹമ്മാദിന് ഞാൻ സ്ഥാനം നൽകിയിട്ടുള്ളത് എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം ഫിഖ്ഹിയായ വിഷയങ്ങളിലാണ് ഏറ്റവും അധികം ഹമ്മാദ് ബിൻ അബി സുലൈമാനിനെ അവലംബിച്ചിട്ടുള്ളത്. അതല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേറെയും ധാരാളം പണ്ഡിതന്മാരെ അവലംബിച്ചതായി കാണാം. ആമിർ അശ്ശഅബി, ഇക്രിമ മൗല ബിൻ അബ്ബാസ്, അതാ ബിൻ അബി റബാഹ്, നാഫിഅ മൗല ബിൻ ഉമർ, അതുപോലെ തന്നെ അഅറജിനെ, അങ്ങനെ ധാരാളം പണ്ഡിതന്മാരെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല റിവായത്തുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അവലംബിച്ചതായും നമുക്ക് കാണാം. ഇമാം അബൂ ഹനീഫയുടെ ഉസ്താദായ ഹമ്മാദ് മരണപ്പെട്ടതിന് ശേഷം അബൂ ഹനീഫ റഹിമഹുല്ല ഈ മേഖലയിൽ, ദീന് പഠിപ്പിക്കുന്ന മേഖലയിൽ വ്യാപൃതനായി. അദ്ദേഹത്തിന്റെ മജ്ലിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മജ്ലിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് നാം കാണുന്ന പല മജാലിസുകളും എങ്ങനെയാണ്? ഉസ്താദ് ദർസ് എടുക്കും, ഏതെങ്കിലും ഒരു കിതാബ് വിശദീകരിക്കും, അവിടെയുള്ള ആളുകൾ അത് കേട്ടതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു രീതിയാണ്. എന്നാൽ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മജ്ലിസുകളുടെ പ്രത്യേകത എന്താണെന്നാൽ, അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്നവർക്ക്, ദർസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ സംശയങ്ങൾ പറയാനും അതിന് മറുപടി നൽകാനൊക്കെ അബൂ ഹനീഫ റഹിമഹുല്ല സമയം കണ്ടെത്തുമായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള മജാലിസുകൾ വളരെ കുറവാണ്. അത്തരത്തിൽ നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാനും മറ്റുമൊക്കെ അവസരം നൽകുന്ന മജാലിസുകൾ വളരെ കുറവാണ്. സൗദിയിൽ അങ്ങനെയുള്ള മജ്ലിസ് നടത്തുന്ന ഒരു പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയീസ് ഹഫിളഹുല്ലയാണ്. അതല്ലാതെ പൊതുവെ അത്തരത്തിലുള്ള മജാലിസുകൾ കുറവാണ്. അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം ഫിഖ് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെയധികം കഴിവുള്ള വ്യക്തിയായിരുന്നു. അബൂ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറയുന്നതായി കാണാം,
അഫ്ഖഹുന്നാസി അബൂ ഹനീഫ, ജനങ്ങളിൽ ഏറ്റവും അധികം ഫിഖ്ഹുള്ള വ്യക്തി, ഏറ്റവും അധികം കർമ്മശാസ്ത്ര വിധികളെ കുറിച്ച് അറിവുള്ളവർ അബൂ ഹനീഫ റഹിമഹുല്ലയാണ് എന്ന് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, അന്നാസു ഇയാലുൻ അല അബി ഹനീഫത ഫിൽ ഫിഖ്, ജനങ്ങൾ ഫിഖ്ഹിന്റെ വിഷയത്തിൽ അബൂ ഹനീഫ റഹിമഹുല്ലയെ ആശ്രയിക്കുന്നവരാണ്. ജനങ്ങൾ ഫിഖ്ഹിന്റെ വിഷയത്തിൽ അബൂ ഹനീഫ റഹിമഹുല്ലയെ ആശ്രയിക്കുന്നവരാണ് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഇമാമിന്റെ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ ഇൽമിന്റെ ആഴത്തെക്കുറിച്ചാണ്. അദ്ദേഹം എത്രമാത്രം അറിവുള്ള വ്യക്തിയായിരുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് നാം മനസ്സിലാക്കുകയും ഈ പണ്ഡിതരെ നാം ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി നമുക്ക് സാധിക്കുന്ന രീതിയിൽ ദുആ ചെയ്യുകയും വേണം. ഞാനിത് പ്രത്യേകം ഊന്നൽ നൽകി പറയാനുള്ള കാരണം, ഏതെങ്കിലും ഒരു മദ്ഹബിനെ അന്ധമായി പിൻപറ്റുന്നില്ല എന്ന നിലയിൽ സലഫികൾ ജീവിക്കുമ്പോൾ പല ആളുകളും മദ്ഹബിന്റെ ഇമാമുമാർ, മദ്ഹബിന്റെ ആളുകളെ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമുമാരെ വളരെ മോശമായി, അവർക്കൊരു വിലയുമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ പണ്ട് ധാരാളമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അതിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉലമാക്കൾ, അബൂ ഹനീഫയെ പോലുള്ള ഉലമാക്കൾ, അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക, അവരുടെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടാനും മറ്റുമൊക്കെ നമുക്ക് സാധിക്കുന്ന നിലയിൽ ദുആ ചെയ്യുക എന്നുള്ളത് അവരോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വൈജ്ഞാനിക മേഖലകളിൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് വലിയ ഖിദ്മത്ത് നടത്തിയ വ്യക്തിയാണ് അബൂ ഹനീഫ റഹിമഹുല്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വിഷയം മറ്റൊരാളോട് സംസാരിച്ചാൽ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ആളുകളോട് വിഷയങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ തെളിവുകൾ സ്ഥാപിക്കാൻ അങ്ങേയറ്റം കഴിവുള്ള വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് അറിവ് നൽകും, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ചില ആളുകൾക്ക് അല്പം മാത്രമേ അറിവുണ്ടാവുകയുള്ളൂ, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് നല്ല രീതിയിൽ സാധിക്കും. ചില ആളുകൾക്ക് അറിവുണ്ടാകും, പക്ഷെ അതിൽ അവതരണത്തിൽ വ്യത്യസ്തമായ ശൈലികൾ ഉണ്ടാകും. വ്യത്യസ്തമായ ശൈലികളാണ് പലരും സ്വീകരിക്കുക. അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം ഇൽമ് അവതരിപ്പിക്കാനും അദ്ദേഹത്തോട് ആരെങ്കിലും ഇൽമിയായ ചർച്ചകൾക്ക് വന്നാൽ അവരെക്കാൾ മികച്ച നിലയിൽ സംസാരിക്കാനും അബൂ ഹനീഫ റഹിമഹുല്ലക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ല അദ്ദേഹം പറയാറുണ്ട്, റഅയ്തു റജുലൻ, ഞാനൊരു വ്യക്തിയെ കണ്ടു. അബൂ ഹനീഫയെ കുറിച്ച് പറയുകയാണ്, ഞാനൊരു വ്യക്തിയെ കണ്ടു. ലൗ കല്ലമക ഫീ ഹാദിഹി السാരിയ അൻ യജഅലഹാ ദഹബൻ ലഖാമ ബിഹുജ്ജതി. ഇമാം മാലിക് റഹിമഹുല്ല മസ്ജിദ് നബവിയിൽ നിന്നുകൊണ്ട് പറയുന്നു, ഈ മസ്ജിദിലുള്ള തൂണ് കാണിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, ഈ തൂൺ ഇത് സ്വർണം കൊണ്ടുള്ള ഒരു തൂണാണ് എന്ന് നാവുകൊണ്ട് സംസാരിച്ച് സ്ഥാപിക്കാൻ അബൂ ഹനീഫ റഹിമഹുല്ല പരിശ്രമിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നു എന്ന് ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നു. അഥവാ അത്രയും ഒരു വ്യക്തിയെ അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ആ തെളിവ് സ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളത് അബൂ ഹനീഫ റഹിമഹുല്ലയുടെ പ്രത്യേകതയാണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നതായി കാണാം. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഫിഖ്ഹിയായ മേഖലകളിൽ വളരെയധികം കഴിവുള്ള പണ്ഡിതനാണ് അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി റഹിമഹുല്ല. അദ്ദേഹത്തിലേക്കാണ് ഈ മദ്ഹബ് ചേർത്ത് പറയുന്നത്. അദ്ദേഹത്തിലേക്കാണ് ഈ മദ്ഹബ് ചേർത്ത് പറയുന്നത്. അദ്ദേഹം ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഈ രൂപത്തിൽ ശ്രദ്ധ കാണിച്ചതുപോലെ തന്നെ അദ്ദേഹം ശ്രദ്ധ പുലർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ, അദ്ദേഹത്തിന് അള്ളാഹുവുമായുള്ള ബന്ധങ്ങൾ. ഞാൻ പലപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് പറയാറുണ്ട്, നാം സലഫികൾ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്നവരെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ പോരാ. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇബാദത്തുകൾ, അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം, അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് കരുതുക, ഇങ്ങനെ നമ്മുടെ സ്വഭാവ സംസ്കരണ വിഷയത്തിലും നാം സലഫികളായിരിക്കണം. വിശ്വാസ ചൈതന്യത്തിന്റെ കാര്യത്തിൽ നാം സലഫികളായിരിക്കണം. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. നമ്മുടെ മുൻഗാമികളായ ഉലമാക്കളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവർ വലിയ ഉദാഹരണമാണ്. അബൂ ഹനീഫ റഹിമഹുല്ല ഇബാദത്തുകളിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉമ്മയെ ഖിദ്മത്ത് ചെയ്യുന്നതിൽ, മാതാവിനെ ഖിദ്മത്ത് ചെയ്യുന്നതിൽ അദ്ദേഹം വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. മാതാവിന് കഴിവിന്റെ പരമാവധി സേവനങ്ങൾ ചെയ്യാൻ അബൂ ഹനീഫ റഹിമഹുല്ല ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിനെ കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞത്, ഏതൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ഇബ്നുൽ മുബാറക്കിലുണ്ട്. അത്രയും
ഉന്നതനായ മഹാനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ കൂഫയിലേക്ക് പ്രവേശിച്ചപ്പോൾ, അബൂ ഹനീഫയുടെ നാടായ കൂഫയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ആളുകളോട് ഞാൻ ചോദിച്ചു, ഈ നാട്ടിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ എന്നോട് പറഞ്ഞത് അബൂ ഹനീഫയാണ്. ആ നാട്ടുകാർ എന്നോട് പറഞ്ഞു അബൂ ഹനീഫയാണ്. ദുനിയാവിന്റെ വിശാലതകൾ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടും അദ്ദേഹം ദുനിയാവിനോട് വിരക്തി കാണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല ഒരിക്കൽ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലയോട് പറഞ്ഞതായി നമുക്ക് കാണാം, അബൂ ഹനീഫ ഗീബത്തിൽ നിന്ന് വളരെയധികം വിട്ടുനിൽക്കുന്ന വ്യക്തിയാണ്. ആരാ പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്. ആരോടെ പറയുന്നത്? സുഫിയാൻ അസ്സൗരി. ഒക്കെ അഹ്ലുസുന്നയുടെ അലാമുകൾ, കിബാറുകൾ, ജിബാലികൾ, അവരോടാണ്, അവരുടെ ഇടയിലുള്ള സംസാരമാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഈ പണ്ഡിതന്മാർ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറയുന്നു സുഫിയാൻ അസ്സൗരിയോട്, അബൂ ഹനീഫ ആരെയും ഗീബത്ത് പറയാറില്ല, ഒരാളെ കുറിച്ച് മോശമായി അദ്ദേഹം സംസാരിക്കാറില്ല. അതിനുശേഷം പറയുന്ന വാക്കാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ പാഠം നൽകുന്നത്. അബൂ ഹനീഫ റഹിമഹുല്ലയെ കുറിച്ച് ഇബ്നുൽ മുബാറക് സുഫിയാൻ അസ്സൗരിയോട് പറയുന്നു, അദ്ദേഹം ആരെയും ഗീബത്ത് പറയാറില്ല. എത്രത്തോളം എന്നാൽ മാ സമിഅ്തുഹു യഗ്താബു അദുവൻ ലഹു ഖത്തു, അദ്ദേഹത്തിന് ഒരു ശത്രുതയുള്ള വ്യക്തിയാണെങ്കിൽ പോലും അബൂ ഹനീഫ അയാളെ കുറിച്ച് ഗീബത്ത് പറയാറില്ല. നാം നമ്മുടെ അവസ്ഥ അതിനോട് താരതമ്യം ചെയ്ത് നാം ചിന്തിക്കണം. നമുക്ക് വെറുപ്പുള്ള ആളുകളെ കുറിച്ച്, നമുക്കൊരു വ്യക്തിയോട് ദേഷ്യമുണ്ട് എങ്കിൽ എത്ര ആളുകളോട് അയാളെ കുറിച്ച് നാം മോശം പറയും, വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിക്കും, മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കും. അബൂ ഹനീഫ റഹിമഹുല്ല ശത്രുവിനെ കുറിച്ച് പോലും ഗീബത്ത് പറയാറില്ലായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ നിലയിൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ആരെയും ഗീബത്ത് പറയാതെ ശത്രുവിനെ പോലും നോവിക്കാതെ നിൽക്കുന്നത്? അതിന് കാരണം അദ്ദേഹം ബുദ്ധിയുള്ളവനാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ആർക്കെങ്കിലും നൽകുന്നതിനെ തൊട്ട് അദ്ദേഹം സൂക്ഷ്മത കാണിക്കുന്നു. കാരണം ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ ഇന്നെനിക്ക് എന്റെ കൂടെ ഇരിക്കാനും സഹവസിക്കാനും എന്റെ വാക്കുകൾ ഏറ്റെടുത്ത് പറഞ്ഞു നടക്കാനും എന്റെ സംസാരം കേട്ട് ചിരിക്കാനും ആളുകൾ ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വലിയ സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിങ്കിൽ ഒരു വ്യക്തി വരികയും മറ്റുള്ളവർ റബ്ബിന്റെ അരികിൽ വന്ന് അള്ളാഹുവെ ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ കുത്തിനോവിച്ചിട്ടുണ്ട് എന്ന നിലയിൽ ആളുകൾ പരാതി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ കർമ്മങ്ങൾ ആ വ്യക്തിക്ക് എടുത്തു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതിനെ കുറിച്ച് ഉത്തമമായ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു റഹിമഹുല്ലാ. അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്നൊക്കെ വിട്ടുനിന്നത് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് അബൂ ഹനീഫ വൈജ്ഞാനികമായ മേഖലയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ വിഷയത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച വ്യക്തിയായിരുന്നു അബൂ ഹനീഫ റഹിമഹുല്ല. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ഫിഖ്ഹ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മദ്ഹബ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4 മദ്ഹബുകളെ വ്യതിരിക്തമാക്കുന്ന ഒരു വിഷയം എന്താണ്? 4 മദ്ഹബുകളും ഓരോരോ മദ്ഹബിന് അവരുടേതായ ഉസൂലുകളുണ്ട്, ഓരോരോ മദ്ഹബിന് അവരുടേതായ അടിസ്ഥാനങ്ങളുണ്ട്, അവരുടേതായ പ്രമാണങ്ങളുണ്ട്. അതുകൊണ്ടാണ് മദ്ഹബുകൾ വ്യത്യസ്തമാകുന്നത്. ഷാഫിഈ മദ്ഹബിൽ നിന്ന് ഹനഫി മദ്ഹബ് വ്യത്യസ്തമാകുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ആ മദ്ഹബുകൾ തമ്മിൽ ചില അടിസ്ഥാനങ്ങളിൽ അവർ എതിരഭിപ്രായത്തിലാണ്. അതുകൊണ്ടാണ് 4 മദ്ഹബുകൾ വേറിട്ട് നിൽക്കുന്നത്. ഞാൻ അധികം വിശദീകരിക്കാതെ ലളിതമായി മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ പറയാം. ഹനഫി മദ്ഹബിന്റെ ഉസൂലുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹനഫി മദ്ഹബിന്റെ ഉസൂലുകൾ, ഇങ്ങനെ 4 മദ്ഹബിനും ഉസൂലുകൾ ഉണ്ട്. ആ ഉസൂലുകളിലാണ് പരസ്പരം മദ്ഹബുകൾ എതിരായി നിൽക്കുന്നത്. ഹനഫി മദ്ഹബിന്റെ ഉസൂലുകൾ ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, ബാക്കിയുള്ള മദ്ഹബുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളാണ് രണ്ടാമത്തെ ഉസൂല് എന്നുള്ളത്. പക്ഷേ ഹനഫി മദ്ഹബിൽ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ ചില വിശദീകരണങ്ങളുണ്ട്. ഹനഫി മദ്ഹബിൽ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ ചില വിശദീകരണങ്ങളുണ്ട്. അതാണ് മറ്റു മദ്ഹബുകളിൽ നിന്ന് ഹനഫി മദ്ഹബിനെ വ്യതിരിക്തമാക്കുന്നത്. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഈ മദ്ഹബുകൾ എന്തുകൊണ്ടുണ്ടായി? എല്ലാവർക്കും ഒരേ രീതിയിൽ പോയാൽ
മതിയായിരുന്നില്ലേ എന്ന ആർക്കെങ്കിലും സംശയങ്ങൾ വരുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാനങ്ങളിൽ ഉസൂലുകളിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണത്താലാണ്. ഉദാഹരണത്തിന് ഷാഫിഈ മദ്ഹബിൽ ഒരു ഹദീസ് വന്നാൽ ആ ഹദീസ് സ്വീകരിക്കാം. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ അവർക്കുണ്ട്. ഏതുപോലെ ഒരു സഹാബി ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു സഹാബി ഉദ്ധരിച്ചൊരു ഹദീസ്, ആ സഹാബിയുടെ പ്രവർത്തനങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ആ സഹാബി ആ ഹദീസിനെതിരായി പ്രവർത്തിച്ചതായി കാണുന്നു. ആ സഹാബി ആ ഹദീസിനെതിരായി പ്രവർത്തിച്ചതായി നാം കാണുന്നു. ഇവിടെ അധിക മദ്ഹബുകളും സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അവർ പറയും ഹദീസാണ് നാം സ്വീകരിക്കേണ്ടത്, ഹദീസിന്റെ റാവി, ഹദീസ് ഉദ്ധരിച്ച ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന അഭിപ്രായമല്ല സ്വീകരിക്കേണ്ടത് എന്ന് അധിക മദ്ഹബുകളും പറയും. എന്നാൽ ഹനഫി മദ്ഹബിന്റെ ഉലമാക്കൾ എന്ത് പറയും? ഹദീസ് ഉദ്ധരിച്ച റാവി തന്നെ ഹദീസിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ റാവിയുടെ പ്രവർത്തനമാണ് സ്വീകരിക്കപ്പെടുക. ആ ഹദീസ് മൻസൂഖ് ചെയ്യപ്പെട്ടതായാണ് പരിഗണിക്കുക. ആ ഹദീസിന്റെ വിധി ഇല്ലായ്മ ചെയ്യപ്പെട്ടതായിട്ടാണ് പരിഗണിക്കുക എന്ന് ഹനഫി മദ്ഹബിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം, ശരിക്ക് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിടുകയാണ് എങ്കിൽ അത് 7 തവണ കഴുകണം, അത് 7 തവണ കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിച്ചത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബിലും മറ്റുമുള്ള വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 തവണ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് ശരി. എന്നാൽ ഹനഫി മദ്ഹബിന്റെ ഉലമാക്കളുടെ വീക്ഷണം, അവർ പറയുന്നു ആ ഹദീസ് ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ടതായി കാണാം, നായ പാത്രത്തിൽ തലയിട്ടാൽ 3 തവണയാണ് കഴുകേണ്ടത്, 3 തവണയാണ് കഴുകേണ്ടത്. അപ്പോൾ ഉലമാക്കൾ, ഹനഫി മദ്ഹബിലെ ഉലമാക്കൾ പറഞ്ഞു 7 തവണ കഴുകണം എന്ന് വന്ന ഹദീസ് ഉദ്ധരിച്ച ആ സഹാബി തന്നെയാണ് 3 തവണ കഴുകിയത്, അല്ലെങ്കിൽ 3 തവണ കഴുകണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കിനാണ് ഇവിടെ മുൻഗണന നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് മൻസൂഖ് ചെയ്യപ്പെട്ടതായി അവർ പരിഗണിക്കും, അല്ലെങ്കിൽ നസ്ഖിന്റെ അടയാളമായി അവർ പരിഗണിക്കും. ഇതാണ് ഹനഫി മദ്ഹബ് പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു ശൈലി. അതാണ് ബാക്കിയുള്ള മദ്ഹബുകളിൽ നിന്ന് സുന്നത്തിന്റെ വിഷയത്തിൽ ഹനഫി മദ്ഹബിനെ വ്യതിരക്തമാക്കുന്ന ഒരു കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ള മദ്ഹബുകൾ ഹദീസുകൾ അങ്ങനെ തന്നെ സ്വീകരിക്കുമ്പോൾ, എല്ലാവരും അല്ല വിശദീകരണം വരും, ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ ഹനഫി മദ്ഹബിൽ ഹദീസ് ഉദ്ധരിച്ച റാവി ഹദീസിനെതിരായി പ്രവർത്തിച്ചാൽ ആ റാവിയുടെ വാക്കിനാണ് മുൻഗണന നൽകുക. ഇത് പല മസ്അലകളിലും ബാധിക്കും. അതുകൊണ്ടാണ് ഒരു അസ്ലായി പണ്ഡിതന്മാർ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൽ അവർ പറയുന്ന ഒരു നിബന്ധനയാണ് ഖിയാസിനെതിരാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഖിയാസിന് എതിരാവാൻ പാടില്ല. ഖിയാസ് എന്ന് പറഞ്ഞാൽ പരസ്പരം തുലനം ചെയ്തു നോക്കുക. ഒരു വിധി വന്നാൽ, ഒരു വിഷയം വന്നാൽ അതിനോട് സാദൃശ്യമുള്ള വിഷയങ്ങളോട് താരതമ്യം ചെയ്ത് ഒരു വിധി നൽകുന്നതിനാണ് ഖിയാസ് എന്ന് പറയുക. ഹനഫി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് അവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഖിയാസിനെതിരായി വരികയാണ് എങ്കിൽ ഹദീസ് അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കച്ചവട ഇടപാടുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി ഒരാടിനെ വിറ്റു എന്ന് സങ്കല്പിക്കുക. ഒരു വ്യക്തി ഒരു ആടിനെ വിൽക്കുന്നു, അതിന്റെ അകിട് നിറയെ പാലാണ്. ഈ വ്യക്തി ആവട്ടെ കച്ചവടം പെട്ടെന്ന് നടന്നു പോകാൻ, ഈ ആട് ധാരാളം കറവയുള്ള ആടാണെന്ന് വരുന്നവർക്ക് തോന്നിപ്പിക്കാൻ 1-2 ദിവസം ആ ആടിനെ കറവയെടുക്കാതെ, ആടിനെ കറക്കാതെ അദ്ദേഹം 2 ദിവസം പിടിച്ചു വെക്കുകയും 3-ാമത്തെ ദിവസം ഈ ആട് വാങ്ങിക്കാൻ വേണ്ടി വന്ന വ്യക്തി ആടിനെ നോക്കുമ്പോൾ അതിന് നിറയെ പാലുണ്ട്. അപ്പൊ ഈ വ്യക്തി എന്താ കരുതുക? നല്ല പാല് തരുന്ന ആടാണ്. ഇങ്ങനെ ആ വ്യക്തി ആട് വാങ്ങിക്കൊണ്ടുപോയി എന്ന് സങ്കല്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അതിൽ വഞ്ചനയുണ്ട്. കാരണം അത് വാങ്ങിക്കാൻ വരുന്നവൻ കരുതിയത് എല്ലാ ദിവസവും ആടിനെ കറക്കുമ്പോൾ ഈ രൂപത്തിൽ പാല് ലഭിക്കുമെന്നാണ്. അതിൽ വഞ്ചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി ആട് വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അദ്ദേഹത്തിന് ആടങ്ങ് സ്വീകരിക്കാം, വാങ്ങിയവന് പ്രശ്നമില്ല എങ്കിൽ അത് സ്വീകരിക്കാം. ഇനി അതല്ല, അദ്ദേഹത്തിന് ഈ ആട് അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിലല്ല, അദ്ദേഹം നോക്കിക്കാണുമ്പോൾ അതിന് നിറയെ പാലുണ്ടായിരുന്നു, അങ്ങനെ പാല് നൽകുമെന്നൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഈ ആടിനെ വാങ്ങിയത്, പിന്നീട് അദ്ദേഹം പറ്റിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ ആടിനെ തിരികെ നൽകുക. ഈ എടുത്ത പാലിന് പകരമായി ഒരു സാഅ് ഈത്തപ്പഴവും നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഒരു സാ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 കൈയും നിറയെ 4 തവണ ഈത്തപ്പഴം എടുത്താൽ എത്രയാണോ ലഭിക്കുക അത്രയും ഈത്തപ്പഴം നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാലിന് പകരം. ഹദീസ് വ്യക്തമാണല്ലോ, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഹദീസ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ഈ വാങ്ങിയ വ്യക്തി ഉപയോഗിച്ച പാലിന് പകരം നൽകാൻ വേണ്ടി പറഞ്ഞത് എന്താണ്? ഈത്തപ്പഴമാണ്. പാലിന് പകരം നൽകാൻ പറഞ്ഞത് ഈത്തപ്പഴമാണ്. ഇവിടെ ഹനഫി മദ്ഹബിന്റെ ഉലമാക്കൾ എന്ത് പറഞ്ഞു? ഖുർആനിലും സുന്നത്തിലും അതുപോലെ തന്നെ ഉലമാക്കളുടെ പൊതുവെയുള്ള ഇജ്മാഅൊക്കെ നോക്കിയാൽ, അതുപോലെ ഖിയാസ് നോക്കിയാൽ മനസ്സിലാകുന്നത്, ഒരു വ്യക്തി ഒരു വസ്തു നശിപ്പിച്ചാൽ അതിന് പകരം നൽകേണ്ടത് എന്താണ്? അതുപോലെയുള്ള വസ്തുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കെ അവിടുത്തെ മറ്റൊരു ഭാര്യ, അത് ഉമ്മു സലമയാണെന്നും സൈനബാണെന്നൊക്കെ അഭിപ്രായമുണ്ട്, മറ്റൊരു ഭാര്യ ഭക്ഷണം കൊടുത്തയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ദേഷ്യം വന്നു, ആ പാത്രം തട്ടി, ആ പാത്രം പൊട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം നൽകിയത് എന്താണ്? മറ്റൊരു പാത്രമാണ്, വേറെ പാത്രമാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, ഇബ്നു അബ്ദുൽ ബാർ, അങ്ങനെയുള്ള ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാം. അവിടെയൊക്കെ പകരം നൽകേണ്ടത് എന്താണ്? അതേപോലുള്ളൊരു വസ്തുവാണ്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? പാലിന് പകരമായി ഈത്തപ്പഴം നൽകുക. രണ്ടും 2 കാര്യമാണ്. അതുകൊണ്ട് ഹനഫി മദ്ഹബിലെ ഉലമാക്കൾ പറഞ്ഞു, ആ ഹദീസ് ഖിയാസിന് എതിരാണ്. ആ ഹദീസ് ഖിയാസിന് എതിരാണ്. പൊതുവെയുള്ള ശരീഅത്തിലുള്ള പല വിഷയങ്ങളോടും സാദൃശ്യപ്പെടുത്തിയാൽ അതിനോട് എതിരായാണ് ഈ ഹദീസ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് ഹനഫി മദ്ഹബിലെ ഉലമാക്കൾ ആ ഹദീസ് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഹനഫി മദ്ഹബിലെ ഉലമാക്കൾ പൊതുവായി അവരുടെ മാനദണ്ഡം ഖുർആനും സുന്നത്തുമാണ് എന്ന് നാം പറയുമ്പോഴും സുന്നത്തിൽ അവർക്ക് വിശദീകരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ഉദ്ധരിച്ച റാവി ഒരു അഭിപ്രായം പറയുകയും ആ ഹദീസ് അതിനെതിരായാണ് വരികയും ചെയ്തത് എങ്കിൽ അവർ ആ റാവിയുടെ അഭിപ്രായം സ്വീകരിക്കും. അതുപോലെ തന്നെ ഖിയാസിനെതിരായി വന്നാൽ അവർ ആ ഹദീസ് സ്വീകരിക്കുകയില്ല. അങ്ങനെ ചില വിശദീകരണങ്ങൾ സുന്നത്തുമായി ബന്ധപ്പെട്ട് ആർക്കുണ്ട്? ഹനഫി മദ്ഹബിനുണ്ട്. അതുപോലെ തന്നെ അവരുടെ മൂന്നാമത്തെ ഒരു അടിസ്ഥാനമാണ്, ഞാൻ എല്ലാ ഉസൂലുകളും പറയുന്നില്ല, നമുക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ള ചില കാര്യങ്ങൾ. ഖുർആൻ നാം പറഞ്ഞു, സുന്നത്ത് പറഞ്ഞു, അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു, അത് പ്രധാനമാണ്. അതെല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണം, നിങ്ങൾ അത് എഴുതി വെക്കണം, പഠിക്കണം. ഹനഫി മദ്ഹബിനെ മറ്റു മദ്ഹബിൽ നിന്ന് വ്യതിരക്തമാക്കുന്ന ഒരു മാനദണ്ഡം അതാണ്. മൂന്നാമത്തേത് അവരുടെ പ്രമാണം ബാക്കിയുള്ള മദ്ഹബുകളിൽ ഉള്ളതുപോലെ തന്നെ ഇജ്മാ ആണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. നാലാമത്തേത് നാം നേരത്തെ പറഞ്ഞ ഖിയാസ് ആണ്. നാലാമത്തെ അവരുടെ ഉസൂലുകളിൽ പെട്ടതാണ് ഖിയാസ് എന്നുള്ളത്. ഖിയാസിന്റെ വിഷയത്തിൽ മറ്റുള്ള മദ്ഹബുകളിൽ നിന്ന് ഹനഫി മദ്ഹബിനെ വ്യതിരക്തമാക്കുന്ന ഒരു കാര്യം, ഖിയാസിൽ അങ്ങേയറ്റം വിശാലത കാണിച്ച ഒരു മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ഖിയാസിൽ അങ്ങേയറ്റം വിശാലത കാണിച്ച ഒരു മദ്ഹബാണ് ഹനഫി മദ്ഹബ്. അവർ സാങ്കല്പികമായി പല വിഷയങ്ങൾ ചിന്തിച്ചുണ്ടാക്കുകയും സാങ്കല്പികമായ പല മസ്അലകൾക്ക് അവർ മറുപടി നൽകുകയും ഒക്കെ ചെയ്യുന്നത് കാരണത്താൽ അവർ ഖിയാസിന് വല്ലാതെ സ്ഥാനം നൽകിയിരുന്നു, ഖിയാസിൽ വിശാലത കാണിച്ചിരുന്നു. എന്നാൽ പൊതുവെ ഉലമാക്കൾ ഖിയാസ് വിശാലത കാണിക്കാറില്ല. പൊതുവെ ഉലമാക്കൾ ഖിയാസിന്റെ വിഷയത്തിൽ വിശാലത കാണിക്കാറില്ല. ഖിയാസിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോകുന്നില്ല, പക്ഷെ വിശാലത കാണിക്കാറില്ല എന്നതിന് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, ഒരു തെളിവ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഷാഫിഈ ഇമാമിനോട് ചോദിച്ചു, ഖിയാസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഖിയാസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, അൽ ഖിയാസു കൽ മൈത. ഖിയാസ് എന്ന് പറയുന്നത് ചത്ത ഒരു ജീവിയെ പോലെയാണ്. ചത്തത് എപ്പോഴാണ് ഒരുവന് ഭക്ഷിക്കുക അനുവദനീയമാവുക? നിർബന്ധിത സാഹചര്യത്തിലാണ്. ഇമാം ഷാഫിഈ പറഞ്ഞു, ലാ യുസാറു ലിൽ ഖിയാസ് ഇല്ലാ ഇൻദ ദറൂറ. നിർബന്ധിത സാഹചര്യങ്ങളിലേക്കല്ലാതെ ഖിയാസിലേക്ക് പോകേണ്ടതില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല ഇമാം ഷാഫിഈ ഇമാം അഹ്മദിനോട് മറുപടി പറഞ്ഞതായി നമുക്ക് കാണാം. അഥവാ ഖിയാസ് എന്നുള്ളത് ഒരു ചത്ത മാംസം പോലെയാണ്. നിർബന്ധിത സാഹചര്യങ്ങളിലാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇമാം സർകശി അദ്ദേഹത്തിന് അൽ ബഹ്റുൽ മുഹയ്യിത്തിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖിയാസ് ഉപയോഗിക്കേണ്ടത് തെളിവുകൾ വന്നിട്ടില്ല എങ്കിലാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ അവർ വിശാലത കാണിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നേരത്തെ നമ്മൾ പറഞ്ഞ ആടുമായി ബന്ധപ്പെട്ട ഹദീസ് ഖിയാസിനെതിരാണ് എന്ന് പറഞ്ഞ് അവർ ആ ഹദീസ് ഉപേക്ഷിച്ചു. അങ്ങനെ ഖിയാസ് വിശാലത കാണിക്കുക എന്നുള്ളത് പൊതുവെ അധികം ഉലമാക്കളും സ്വീകരിക്കാത്ത രീതിയാണ്. എന്നാൽ ഹനഫി മദ്ഹബ് അതിൽ വിശാലത കാണിച്ചു. അപ്പോൾ ഈ 2 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സുന്നത്തിന്റെ വിഷയത്തിൽ അവരുടെ വിശദീകരണം. രണ്ടാമത്തേത്, ഈ പറഞ്ഞതുപോലെ ഖിയാസിൽ അവർ വല്ലാതെ വിശാലത കാണിച്ചിരുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അവരെക്കുറിച്ച് നാം വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ആവശ്യമാണെങ്കിൽ ഓരോരോ ഘട്ടങ്ങളിൽ നമുക്ക് പറയാം.
അപ്പൊ ഹനഫി മദ്ഹബ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഏത് ഇമാമിലേക്കാണ് ചേർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞു, അതിന്റെ പ്രധാനപ്പെട്ട ചില ഉസൂലുകൾ നാം പറഞ്ഞു, അതിലുള്ള വിശദീകരണങ്ങളും സൂചിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ പൊതുവെ ഹദീസിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ എന്ത് പറയും? റവാഹു ഷെയ്ഖാൻ എന്ന് പറയും, രണ്ട് ഷെയ്ഖ് ഉദ്ധരിച്ചു. അതുപോലെ തന്നെ റവാഹുൽ കുതുബു സിത്ത എന്ന് പറയും. അതുപോലെ തന്നെ അസ്സുനനുൽ അർബഅ എന്ന് പറയും. കുതുബു സിത്ത എന്ന് പറഞ്ഞാൽ ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസഈ, അബൂ ദാവൂദ്. അസ്സുനനുൽ അർബഅ എന്ന് പറഞ്ഞാൽ നസഈ, അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ സുനനുൽ അർബഅ എന്ന് പറഞ്ഞാൽ ഈ 4 ഇമാമിന്റെ പേര് പറഞ്ഞില്ല എങ്കിലും നമുക്ക് മനസ്സിലാകും അതെന്താ ഉദ്ദേശം. അതുപോലെ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ഹദീസിന്റെ വിഷയത്തിലുള്ളതുപോലെ ഫിഖഹിന്റെ വിഷയങ്ങളിലുമുണ്ട്. 4 മദ്ഹബിലും അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. 4 മദ്ഹബിലും അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്, ധാരാളമുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയാം. ഹനഫി മദ്ഹബിന്റെ ഒരു പുസ്തകത്തിൽ അൽ ഇമാമുൽ അഅ്ളം അല്ലെങ്കിൽ അൽ ഇമാം അല്ലെങ്കിൽ സാഹിബുൽ മദ്ഹബ് എന്ന പ്രയോഗം വന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? അബൂ ഹനീഫ റഹിമഹുള്ളയാണ്. ഹനഫി മദ്ഹബിന്റെ ഒരു കിതാബ് നിങ്ങൾ വായിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ പലരും പഠിച്ച് വളരെ ഉഷാറായി നിങ്ങൾ അറബി ഭാഷയൊക്കെ നന്നായി വായിക്കാൻ തുടങ്ങി. ഹനഫി മദ്ഹബിന്റെ ഒരു പുസ്തകം നിങ്ങൾ എടുത്ത് വായിച്ചു. ഹനഫി മദ്ഹബിന്റെ ഒരു അഭിപ്രായം അതിൽ ഉദ്ധരിച്ചതിന് ശേഷം എന്ത് കണ്ടു? റവാഹു ഷെയ്ഖാൻ അല്ലെങ്കിൽ ഖാലഹു ഷെയ്ഖാൻ. ഇത് പറഞ്ഞിരിക്കുന്നത് 2 ഷെയ്ഖാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ വാക്കുകൾ അറിയാത്ത ആളുകളാണെങ്കിൽ, ഇങ്ങനെ ഹനഫി മദ്ഹബിന് പ്രത്യേകമായ വാക്കുകൾ, ഇസ്തിലാഹാത്തുകൾ ഉണ്ട് എന്നറിയാത്ത ആളുകളാണ് എങ്കിൽ എന്ത് കരുതും? റവാഹു ഷെയ്ഖാൻ അല്ലെങ്കിൽ ഖാലഹു ഷെയ്ഖാൻ ഇമാം ബുഖാരിയും മുസ്ലിമും പറഞ്ഞു. നല്ലതാണ് ഉദ്ദേശം? അല്ല. അവരുടെ അരികിൽ ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അബൂ ഹനീഫയും അബൂ യൂസുഫുമാണ്. അബൂ ഹനീഫയും അദ്ദേഹത്തിന്റെ അടുത്ത വിദ്യാർത്ഥിയായ അബൂ യൂസുഫുമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം ഹനഫി മദ്ഹബിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒന്ന് അബൂ ഹനീഫ, രണ്ടാമത്തേത് അബൂ യൂസുഫ്, മൂന്നാമത്തേത് മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി, നാലാമത്തേത് സുഫർ. ഇവരൊക്കെയാണ് ഹനഫി മദ്ഹബിന്റെ പ്രധാനികൾ. ഈ പ്രധാനപ്പെട്ട 3 പേരുകളെങ്കിലും നിർബന്ധമായും നിങ്ങൾ എഴുതുകയും മനസ്സിലാക്കുകയും വേണം. അതല്ല എങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് പിന്നീട് വിട്ടുപോകും. അബൂ ഹനീഫ, അബൂ യൂസുഫ്, ഖാലി അബൂ യൂസുഫ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി. ഈ 3 ആളുകളും ഈ മദ്ഹബിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ മദ്ഹബിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? ഇമാം അബൂ ഹനീഫയും അതുപോലെ തന്നെ അബൂ യൂസുഫുമാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്രയോഗങ്ങളുണ്ട്. ഷംസുൽ അഇമ്മ എന്നവർ പറയാറുണ്ട്. ഷംസുൽ അഇമ്മ അതുകൊണ്ട് ഉദ്ദേശം സർഹസിയാണ്. അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ സദറു ശരിയ എന്ന് പറഞ്ഞാൽ മഹ്ബൂബിയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. സാഹിബാൻ എന്ന് വരും. സാഹിബാൻ ഇപ്പൊ നമ്മൾ ഹദീസുകളിൽ അല്ലെങ്കിൽ സീറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സാഹിബാൻ എന്ന് പറഞ്ഞാൽ അബൂബക്കറും ഉമറുമാണ്. ഹനഫി ഫിഖ്ഹിൽ നിങ്ങൾ തുറന്ന് ഒരു കിതാബിൽ നിങ്ങൾ കാണുന്നു സാഹിബാൻ, 2 സാഹിബുകൾ. അതുകൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? അബൂ യൂസുഫും മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനിയും. അബൂ യൂസുഫും മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനിയുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ ആ മദ്ഹബിന് മാത്രമായുള്ള ചില വാക്കുകളുണ്ട്, ചില സാങ്കേതികമായ പദങ്ങളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മൾ പറഞ്ഞത് എന്തായാലും ഓർമ്മയിൽ വേണം. അബൂ ഹനീഫയുടെ പ്രധാന വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്? സുഫർ, മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി, ഖാലി അബൂ യൂസുഫ്. ഇവരാണ് പ്രധാനപ്പെട്ട ചില വിദ്യാർത്ഥികൾ. തയ്യിബ്, അതിൽ ആർക്കെങ്കിലും പേരുകൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് അവസാനത്തിൽ ചോദിക്കാൻ അവസരമുണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പ്രചാരണത്തിലുള്ള മദ്ഹബ് അബൂ ഹനീഫ റഹിമഹുള്ളയുടെ മദ്ഹബാണ്. അധിക സ്ഥലങ്ങളിലും ഇന്ന് ആളുകൾ സ്വീകരിക്കുന്ന മദ്ഹബ് അബൂ ഹനീഫ റഹിമഹുള്ളയുടെ മദ്ഹബാണ്. ഇറാഖിൽ, അതുപോലെ തന്നെ സിറിയ, ലുബ്നാൻ, ഈജിപ്തിന്റെ നല്ലൊരു ഭാഗം, തുർക്കിയ, അൽബാനിയ, അർമീനിയ, അതുപോലെ തന്നെ ഇന്ത്യയിൽ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ ധാരാളം പ്രദേശങ്ങളിൽ, ധാരാളം രാജ്യങ്ങളിൽ അവർ അവലംബിക്കുന്ന മദ്ഹബ് ഹനഫി മദ്ഹബാണ്. എന്തുകൊണ്ടാണ് ഹനഫി മദ്ഹബിന് ഇത്രയധികം പ്രചാരണം ഉണ്ടായത്? നേരത്തെ നമ്മൾ കഴിഞ്ഞ ദർസിൽ മദ്ഹബുകൾക്ക് മൊത്തത്തിൽ പ്രചാരണം ഉണ്ടാകാനുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഹനഫി മദ്ഹബിന് ഇത്രയും അധികം ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പ്രചാരണം ഉണ്ടായത്? ഒന്നാമത്തെ കാരണം, ആദ്യമായി ഉടലെടുത്ത ഇന്ന് നിലനിൽക്കുന്ന മദ്ഹബുകളിൽ ഒന്നാമതായി വന്ന മദ്ഹബ് അബൂ ഹനീഫയുടെ മദ്ഹബാണ്. അബൂ ഹനീഫ റഹിമഹുള്ളയുടെ മദ്ഹബാണ്. അതുകൊണ്ടാണ് അത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയിൽ വർധനവുണ്ടായത്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക ഭരണകൂടം വർഷങ്ങളോളം ഭരിച്ച അബ്ബാസി ഭരണകൂടങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളെ വർഷങ്ങളോളം ഭരിച്ച അബ്ബാസി ഭരണകൂടം
ഔദ്യോഗികമായി സ്വീകരിച്ച മദ്ഹബ് ഹനഫി മദ്ഹബായിരുന്നു. ഔദ്യോഗികമായി സ്വീകരിച്ച മദ്ഹബ് ഹനഫി മദ്ഹബായിരുന്നു. അവരിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 ഭരണാധികാരികൾ, അബ്ബാസി ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട 3 ഭരണാധികാരികൾ, ഒന്ന് മഹ്ദി, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഹാദി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ ഹാറൂൻ അർ റഷീദ് റഹിമഹുമുല്ലാ. ഈ 3 പേരും അവരുടെ ഭരണകൂടത്തിൽ ഖാദിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ അബൂ ഹനീഫയുടെ അടുത്ത വിദ്യാർത്ഥിയായ ഖാദി അബൂ യൂസുഫിനെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഖാദി എന്ന പേര് വന്നത്. അപ്പോൾ അബൂ യൂസുഫ് റഹിമഹുല്ലാ അബ്ബാസി ഭരണകൂടത്തിൽ വളരെ വിശാലമായ ഒരു കാലഘട്ടത്തിൽ ഖാദിയായി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖളാ നൽകാറുള്ളത്, വിധികൾ നൽകാറുള്ളത് ഏത് മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ്? അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രചരിക്കാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ പിന്നീട് വന്ന ഒരു ഭരണകൂടമാണ് സിംഗി ഭരണകൂടം. ഇത് സാന്ദർഭികമായി ഉണർത്താനുള്ള ഒരു കാര്യം, എന്റെ സഹോദരങ്ങൾക്ക്, ശബ്ദം ശ്രവിക്കുന്ന ആളുകൾക്ക് ഒരു സമയം മാറ്റിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി 3ാമത്തെ ഭരണകൂടം വരെയുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങളെ കുറിച്ച് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ സമയം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതിന് നിങ്ങളൊരു സമയം കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് അതിനായി നമുക്കൊരു ദർസ് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് ശ്രമിക്കാം. അതല്ല എങ്കിൽ നിങ്ങളത് പഠിക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ, ആദ്യം ഖിലാഫത്തുർ റാഷിദ, പിന്നീട് വന്നിരിക്കുന്ന അമവി ഭരണകൂടം, പിന്നെ അബ്ബാസി ഭരണകൂടം, അതിനെക്കുറിച്ചൊക്കെ ലളിതമായി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നമ്മുടെ പൂർവികർ ഇസ്ലാമിന് വേണ്ടി ചെയ്തത് എന്താണ്, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിനുണ്ടായിരിക്കുന്ന പരീക്ഷണങ്ങൾ, ഇതൊക്കെ ലളിതമായി ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിൽ ക്ഷമ കൈകൊള്ളാൻ സാധിക്കും. ഇപ്പൊ ഇന്ന് സിറിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുറച്ചു മുമ്പ് സിറിയയിൽ നടന്നിരിക്കുന്ന ബഷാറിന്റെ നരനായാട്ടികൾ, ഇതൊക്കെ ഇന്ന് കാണുമ്പോൾ ചില ആളുകൾ വല്ലാതെ വേദനിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മുമ്പും വന്നിട്ടുണ്ട്. ഒരു മലമുകളിൽ ഭരണാധികാരി കയറിയിരുന്ന് താഴെ മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒന്നടങ്കം തീയിട്ട് കൊന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അത് കണ്ട് രസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ മുസ്ലിമീങ്ങൾക്ക് കടന്നുപോയിട്ടും ഇസ്ലാം ഇത്രയും ഇസ്സത്തിലൂടെ നിലനിന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇത് അള്ളാഹുവിന്റെ ദീനാണ് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായി ഉടലെടുത്ത മദ്ഹബ് ഹനഫി മദ്ഹബാണ്. അതുപോലെ തന്നെ അബ്ബാസി ഭരണകൂടത്തിൽ വർഷങ്ങളോളം അവർ സ്വീകരിച്ചിരിക്കുന്ന മദ്ഹബ് അത് ഹനഫി മദ്ഹബാണ്. സിംഗി ഭരണകൂടത്തിലും ഔദ്യോഗികമായി അവർ ബിലാദുഷ്യാമിലും അതുപോലെ തന്നെ ഈജിപ്തിന്റെ നല്ലൊരു പ്രദേശത്തിലും അവർ സ്വീകരിച്ചിരിക്കുന്ന മദ്ഹബ് ഹനഫി മദ്ഹബാണ്. നൂറുദ്ദീൻ സിംഗിയുടെ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് അവർ അവലംബിച്ചിരിക്കുന്ന മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ഒരുപക്ഷെ ഫിഖ്ഹിനെ കുറിച്ച് കേട്ടിട്ട് ചില ആളുകൾക്ക് ഒരു മടുപ്പ് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ചെറിയൊരു കഥ പറയാം. നൂറുദ്ദീൻ സിംഗി അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ഒരു ഭരണാധികാരിയാണ്. നിങ്ങൾ ഒരുപക്ഷെ പല ആളുകളും കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഫായിദ, ബാക്കിയുള്ളവർക്ക് കേട്ട ആളുകൾ ഒന്നുകൂടി കേൾക്കാം. നൂറുദ്ദീൻ സിംഗി റഹിമഹുല്ലാ, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിംഗി ഭരണകൂടത്തിലെ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പ്രധാനമായ ചരിത്രത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം നടന്ന ഒരു വിഷയമായ ഒരു സംഭവം നടന്നത്. എന്താണത്? അറിയുന്ന ആരെങ്കിലും പറ. ഖുദ്സ് മോചിപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. സിംഗിക്ക് ശേഷമാണത്. നൂറുദ്ദീൻ സിംഗിക്ക് ശേഷമാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഖബറിൽ നിന്ന് മോഷ്ടിക്കാനുള്ള ശ്രമം നിങ്ങൾക്കറിയുന്നുണ്ടാകും. ചരിത്രത്തിൽ 3-4 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഖബറിൽ നിന്ന് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഇന്ന് നാം പ്രവാചകന്റെ ഖബർ തുറന്നാലും അവിടുത്തെ ശരീരം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഭൂമിക്ക് മനുഷ്യ ശരീരം പ്രവാചകന്മാരുടെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എവിടെയാണോ മറവ് ചെയ്യപ്പെട്ടത് അവരുടെ ശരീരം ആ നിലയിൽ തന്നെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം, അവിടുത്തെ ആ ശരീരം കൊണ്ടുപോകാൻ പലതവണ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ 4 തവണയാണ്
ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്ന് നൂറുദ്ദീൻ അസ്സംഗിയുടെ കാലഘട്ടത്തിലാണ്, നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ലയുടെ കാലഘട്ടത്തിലാണ്. അതിന്റെ ഒരു ചെറിയ രൂപത്തിൽ അതിന്റെ ഒരു ചരിത്രം എന്താണെന്നാൽ, നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ല അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. ഒരിക്കൽ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരികയും നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ലയോട് ഈ രൂപത്തിൽ പറയുകയും ചെയ്തു, രണ്ടാളുകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ പറഞ്ഞു. നൂറുദ്ദീൻ അസ്സംഗിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അദ്ദേഹം പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എന്റെ രൂപത്തിൽ നിങ്ങൾ വേറെ ആരെയും കാണുകയില്ല, പിശാച് എന്റെ രൂപത്തിൽ വരികയില്ല. അങ്ങനെ നൂറുദ്ദീൻ അസ്സംഗി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു. അദ്ദേഹം വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരികയും ഈ വിഷയം വീണ്ടും ആവർത്തിച്ചു. രണ്ടാളുകൾ എന്നെ ദ്രോഹിക്കാൻ നിൽക്കുകയാണ് എന്ന നിലയിൽ പറഞ്ഞു. നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ല വീണ്ടും എഴുന്നേറ്റ് നിസ്കരിച്ചു. വീണ്ടും ഉറങ്ങാൻ കടന്നപ്പോൾ അതേ സ്വപ്നം. നൂറുദ്ദീൻ അസ്സംഗിയുടെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽ സാലിഹീങ്ങളായ ചില ആളുകൾ ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയോട് നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ല ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സമയം അദ്ദേഹത്തിന്റെ ആ മന്ത്രി നൂറുദ്ദീൻ അസ്സംഗിയോട് പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടും താങ്കൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? താങ്കൾ എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് പോവുക, അവിടെയുള്ള വിഷയം എന്താണെന്ന് താങ്കൾ നോക്കുക. നൂറുദ്ദീൻ അസ്സംഗി നേരെ മദീനയിലേക്ക് വന്നു. അവിടെ വിളംബരം ചെയ്യപ്പെട്ടു, ഭരണാധികാരി വന്നിട്ടുണ്ട്, അദ്ദേഹം മദീനയിലുള്ള ആളുകൾക്കൊക്കെ സമ്പാദ്യം ധാരാളമായി നൽകാൻ വന്നതാണ് എന്ന നിലയിലൊക്കെ ഇവിടെ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടു. നൂറുദ്ദീൻ അസ്സംഗി മസ്ജിദ് നബവിയിലേക്ക് വരികയും ഈ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. മദീനക്കാർ ഓരോരുത്തരായി വന്നു. വരുന്നവർക്കൊക്കെ നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ല വലിയ പൊതിക്കിഴികളും അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളും മറ്റുമൊക്കെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നൂറുദ്ദീൻ അസ്സംഗിയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ 2 വ്യക്തികൾ, അവരുടെ രൂപം ഇന്ന രൂപമാണ് എന്ന് വിശേഷിപ്പിച്ചു കൊടുത്തിരുന്നു. ഇതാരാണ്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഈ സഹായം സ്വീകരിക്കുന്നവരുടെ രൂപം നോക്കിയിട്ട് നൂറുദ്ദീൻ അസ്സംഗി നോക്കി, ആ രൂപത്തിലുള്ളവരാണോ ഇവരൊക്കെ? നോക്കുമ്പോൾ ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ രൂപത്തിലുള്ളവരല്ല. നൂറുദ്ദീൻ അസ്സംഗിക്ക് ഒരു പ്രയാസമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം സത്യമാണ്, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, പ്രവാചകൻ വരിക എന്നുള്ളത് സത്യമാണ്, സ്വപ്നം കാണുന്നു, പ്രവാചകൻ പറഞ്ഞ രൂപമാകട്ടെ ഈ വന്ന ആളുകളിൽ ഒന്നുമില്ല. അങ്ങനെ നൂറുദ്ദീൻ അസ്സംഗി ആളുകളോട് ചോദിച്ചു, എല്ലാവരും വന്നു കഴിഞ്ഞു? അവർ പറഞ്ഞു, എല്ലാവരും കഴിഞ്ഞു, ഇനി ആരും ഇവിടെ വരാനില്ല, ഇവിടുത്തെ ആളുകളൊക്കെ വന്നു. നൂറുദ്ദീൻ അസ്സംഗി പറഞ്ഞു, ഒന്നുകൂടി നിങ്ങൾ അന്വേഷിക്കുക, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സാമ്പത്തികമായി സഹായം ആവശ്യമുണ്ടെങ്കിൽ. കാരണം അദ്ദേഹം വിഷയം പറഞ്ഞില്ല, വിഷയം പറഞ്ഞാൽ അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറിയിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, 2 ആളുകളുണ്ട്, അവർ മസ്ജിദ് നബവിയിൽ മഗ്രിബിന്റെ ഭാഗത്ത് നിന്ന്, മൊറോക്കോയുടെ ഭാഗത്ത് നിന്ന് ഹജ്ജിന് വേണ്ടി വന്നവരാണ്. അവർ സദാസമയവും ഇബാദത്തുകളിൽ മുഴുകുന്നവരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ തന്നെ സമയം ചെലവഴിച്ച് ഇബാദത്തുകളിലായി മാത്രം സമയം ചെലവഴിക്കുന്നവരാണ്. അവർ ആരിൽ നിന്നും സഹായം സ്വീകരിക്കാറില്ല, മറിച്ച് മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുന്നവരാണ് അവർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. നൂറുദ്ദീൻ അസ്സംഗി പറഞ്ഞു, എനിക്ക് അവരെ ഒന്ന് കാണണം. അങ്ങനെ അവരുടെ അരികിലേക്ക് പോയി അവരോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നൂറുദ്ദീൻ അസ്സംഗി സംസാരത്തിനിടയിൽ അവർ അവിടെ സമയം ചെലവഴിച്ചിരുന്ന അവരുടെ ഭാഗങ്ങളിൽ, മസ്ജിദിൽ അവരുടെ ഭാഗങ്ങളിൽ നൂറുദ്ദീൻ അസ്സംഗി ഒന്ന് മൊത്തമായി നോക്കിയപ്പോൾ അവിടെ വിരിച്ചിരിക്കുന്ന പായ അത് ഉയർത്തിയപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് ഒരു ദ്വാരം, ഒരു മാളം അവർ നിർമ്മിച്ചിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അവിടുന്ന് കടത്താൻ. അവർ എങ്ങനെയാണ് ഈ കാര്യം ചെയ്തിരുന്നത്? രാവിലെ പകൽ സമയങ്ങളിൽ അവർ പരിപൂർണമായ ഇബാദത്തുകളിൽ മാറിയിരിക്കും. രാത്രി സമയമായാൽ അവർ അവിടെ മാളം നിർമ്മിക്കുകയും അവരുടെ അരികിൽ സദഖയുടെ സാധനങ്ങളാണ് അവർ സൂക്ഷിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ധാരാളം ചാക്കുകൾ ഉണ്ടായിരുന്നു, തോലുകൊണ്ടും മറ്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ വലിയ കവറുകൾ. അങ്ങനെ അവർ ആ കവറുകളിൽ രാത്രിയിലെ മണ്ണ് നിറക്കും. ആ കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന മണ്ണുകൾ അവർ അതിൽ നിറക്കും. അതിനുശേഷം പകൽ സമയമായാൽ അവർ ബഖീഅ സന്ദർശിക്കാൻ പോകുന്നു എന്ന വ്യാജേന ബഖീഅയിൽ പോവുകയും ഈ മണ്ണുകളൊക്കെ ബഖീഅയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ അവർ കുറേ ദിവസങ്ങളോളം തുടർന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന് അരികിലെത്താനായപ്പോഴാണ്, അല്ലെങ്കിൽ പ്രവാചകന്റെ ശരീരത്തിന് അരികിലെത്താനായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൂറുദ്ദീൻ അസ്സംഗി സ്വപ്നത്തിൽ ദർശിക്കുന്നത്. അങ്ങനെ അവരെ ശക്തമായി നൂറുദ്ദീൻ അസ്സംഗി അവരോട് വിചാരണ നടത്തി. അപ്പോൾ അവർ പറഞ്ഞു, ക്രൈസ്തവ സമുദായമാണ് ഈ നിലയിൽ പ്രവാചകന്റെ ശരീരത്തെ ഇവിടുന്ന് മോഷ്ടിക്കാൻ നമ്മെ അയച്ചിരിക്കുന്നത്.
ഹാജിമാരുടെ കൂടെയാണ് ഇവിടേക്ക് നാം പ്രവേശിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീട് അവരെ വധിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ലാ വലിയ ഈയം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് ഒരുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ 4 ഭാഗത്ത് താഴെ നിന്ന്, ഭൂമിയുടെ താഴ്ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചതിന് ശേഷം വലിയ കിടങ്ങുകൾ കുഴിക്കുകയും 4 ഭാഗത്ത് വലിയ കിടങ്ങുകൾ കുഴിക്കുകയും ഈയം ഒരുക്കിക്കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഒഴിക്കുകയും ചെയ്തു. താഴെ നിന്ന് ഒരാൾ പ്രവേശിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും സാധിക്കാത്ത നിലയിൽ കൂറ്റൻ മതിലുകൾ നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ല അവിടെ നിർമ്മിക്കുകയും ചെയ്തതായി ഇസ്നവി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലും അദ്ദേഹത്തെ തൊട്ട് സംഹൂദി അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് ഉദ്ധരിക്കുന്നതായി കാണാം. അതാണ് നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൊണ്ടുപോകാനുള്ള മോഷണ ശ്രമം നടന്നത്. വേറെയും ചരിത്രത്തിൽ 3-4 തവണ നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു മിഫ്താഹായല്ലോ, ബാക്കി നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ മറ്റു ദർസുകളിൽ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ നൂറുദ്ദീൻ അസ്സംഗിയുടെ ഭരണകാലഘട്ടത്തിൽ ഹനഫി മദ്ഹബ് വളരെയധികം പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് ഹനഫി മദ്ഹബിനെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്.